ഹലോ എല്ലാവർക്കും എയർ ജോളിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നിവിൻ പോളി 43 നിവിൻ ആരാധകരെല്ലാം കാത്തിരിക്കുന്ന ഒരു സിനിമയാണ്. ഡിജോ ജോസ് ആന്റണി, നമ്മുടെ ക്യൂവിന്റെയും ജനഗണമനയുടെയും ഡയറക്ടർ. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടി ഒരുമിക്കുന്ന പടമാണ് നിവിൻ പോളി 43. അതെന്തായാലും ടൈറ്റിൽ റിവീൽ ചെയ്യാനായിട്ട് പോവുകയാണ്. ഇതിന്റെ യൂട്യൂബിൽ വീഡിയോയുടെ ടൈറ്റിലായിട്ട് കൊടുത്തിരിക്കുന്നത് മലയാളി ഫ്രം ഇന്ത്യ എന്ന ഒരു ടൈറ്റിലാണ്. അപ്പോൾ എന്തായാലും അതായിരിക്കും ചിലപ്പോൾ മൂവിയുടെ നെയിം. എന്തായാലും നമുക്ക് ഈ ഒരു പ്രൊമോ വീഡിയോ വന്നിട്ടുണ്ട്. ഒരു 7 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു പ്രൊമോ വീഡിയോ ആണ്. ഞാൻ കുറച്ച് കണ്ടു. അതിനകത്ത് നിവിന്റെ അടുത്ത് ഡിജോ കഥ പറയുന്ന രീതിയിലുള്ള ഒരു സംഭവമാണ്. എന്തായാലും ഇതേപോലെ പ്രൊമോ വീഡിയോസ് ഒന്നും മലയാളത്തിൽ അധികം കാണാറില്ല. സാധാരണ എന്താ പറയുക, തമിഴിൽ നമ്മുടെ ജയിലറിന് ഇതേ കണക്കത്തെ ആ ഒരു സോങ്ങിന്റെ പ്രൊമോ ആയിട്ട് ഇതേ കണക്കത്തെ ഒരു സംഭവമായിരുന്നു ഇറങ്ങിയിരുന്നത്. എന്തായാലും നമുക്ക് ഇതെങ്ങനെയുണ്ടോ നോക്കാമെന്ന് കണ്ടിട്ട്. എന്തായാലും എന്റർടൈനർ നിവിൻ പോളിയെ കാത്തിരിക്കുകയാണ് മലയാള സിനിമാ ലോകം. നിവിൻ പോളി തിരിച്ചു വരുമോ ഇല്ലയോ എന്ന് നമുക്കൊന്ന് നോക്കാം. ബ്രോ ഇതൊന്ന് കേട്ടു നോക്ക്. സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും നിറകുടമായ ഒരു നാട്. ശ്യാമസുന്ദര കിരക്കിദാര ഭൂമി ജനജീവിത ഫലധാന്യ സമ്പന്ന നീ പാടണ്ട. ഓക്കെ, അവിടെ നമ്മുടെ കഥാനായകൻ ഹീറോ ആൽപ്പറമ്പിൽ ഗോപി. ഓ, ഗോപി ഗോപി ആൽപ്പറമ്പിൽ കൊള്ളാം. ജന്മിയാണ്. ജന്മിയാണോന്ന് വരിക്കാശ്ശേരി മന എന്റെ മനസ്സിൽ. ജന്മിയ കൊള്ളാം. ഇതാണോ വരിക്കേശ്ശേരി മേന? അവിടെ സ്നേഹനിധിയായ ഒരമ്മ. പെർഫെക്റ്റ് അമ്മ. നല്ല അടക്കോ ഒതുക്കോ ഉള്ള ഒരേ ഒരു പെങ്ങൾ. ഇല്ല, ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്, ഇരിനോട് ചോദിക്കരുത്. എങ്ങനെയുണ്ട്? സർ ഡംബിൾസ്. ഓ അതെ, സെൽഫ് ട്രോൾ ലുക്കൊക്കെ നമുക്ക് നല്ല ജാങ്കോ, നല്ല പൊളി പൊളിക്കണം, നല്ല സെറ്റ് അടിക്കണം. ഓക്കെ അല്ലേ? ലുക്കോ ആ ഹെയർ സ്റ്റൈല് എന്തായാലും ഒരു ട്രെൻഡ് ആവും. ഡിജോ, ഓ ലോക്കലാണെങ്കിലും ക്യാൻവാസ് നല്ല വലുതായിരിക്കണേ. ക്യാൻവാസ് വലുതാ. ആ ഓക്കെ, തള്ളു. തള്ളാൻ. നല്ല തള്ളാണല്ലോ. ശീലമായി. പിന്നെ നമ്മുടെ ഗോപിക്ക് വേണ്ടി ചാകാൻ വരെ തയ്യാറായിട്ടുള്ള ഒരു കൂട്ടുകാരൻ. ആഹാ, അതറിയണേ. ഡാൻസ് ശ്രീനിവാസൻ. ഞാൻ ഓക്കെ ആണോ? മൊത്തത്തിൽ ഇത്തിരി തടിച്ചൊക്കെ ഇരിക്കല്ലേ? ഇല്ല ബ്രോ, നിങ്ങൾ രണ്ടുപേരും ഫ്രെയിമർ നിറഞ്ഞു നിൽക്കും. ട്രസ്റ്റ് മീ. ഓ പൊളി. പ്രണയം കൃഷ്ണ. അവന് വേണ്ടി ജീവൻ തന്നെ മാറ്റിവെച്ച അവന്റെ പെണ്ണ് അൻഷരചന. ലവ് യു കൃഷ്ണ. അത് കലക്കിയേട്ടാ. അയ്യോ, ഞാൻ വിചാരിച്ചു നിവിൻ പൊളിക്ക് അനീശ്വര രാജൻ ആ ഒരു പേരോ, ആ ഒരു ഡയലോഗ് വന്നപ്പോഴത്തേക്ക് പൊളിച്ചു. എന്തായാലും പൊളിച്ചു. അതെ, നല്ല മാസ് വേണം. മാസ് മാസം ഉണ്ടോന്ന് ഈ സീനൊന്ന് കേട്ടു നോക്കി. ഉത്സവത്തിന് ഒരു ആനയുടെ നാട്ടുകാരെ ചിന്നി ചെതറി വിടുന്നു. ഒരു കോമഡി ആയിരിക്കും. ഒരമ്മ. അവിടെയാണ് നമ്മുടെ നായകന്റെ ഇൻട്രോ. ഗോപി. സൂപ്പർ ഹീറോ. സൂപ്പർ ഹീറോ. സൂപ്പർ ഡ്യൂപ്പർ ഹീറോ. ഞാൻ പറഞ്ഞില്ലേ. ഡിജോ, അപ്പൊ നമ്മള് ഓ ചെയ്യുന്നു. പൊളി. താങ്ക് യു ബ്രോ. പൊളി പൊളിച്ചെടുക്കണം ബ്രോ. അല്ല, നീ ടൈറ്റിൽ എന്താന്ന് പറഞ്ഞില്ലല്ലോ. ടൈറ്റിൽ ഇത്. നൈസ്, ഐ ലൈക്ക് ഇറ്റ്.
മലയാളി ഫ്രം ഇന്ത്യ. തള്ളി മറിച്ചിട്ടുണ്ട്. നിവിൻ ഓക്കെ ആണ്. ഡിജോ, ഹലോ, ഒരു ചെറിയ പ്രശ്നമുണ്ടല്ലോ. ഡിജോ, എന്താ ബ്രോ? ഹലോ, ഇന്ത്യ ആണോ ഭാരതം? ഓ, രണ്ടും ഒന്നല്ലേ ബ്രോ. പക്ഷെ നമുക്ക് ഇന്ത്യ മതി. ആ ഓക്കെ ശരി. എടാ, നീ സെറ്റ്. എവിടെ പോയതാ? ഹലോ, ഹലോ, എടാ ഡിജോ എന്തായിരുന്നു? ഹീസ് ബാക്ക്. നിവിൻസ് ബാക്ക്. ഹാപ്പി ക്രിസ്മസ്. ഡിജോ ജോസ് ആന്റണി ഫിലിം 2024. ഒള്ളി മലയാളം. അതെന്തായാലും സെറ്റ് സാധനം കേട്ടോ, പോളി സാധനം. ഈ ഒരു പ്രൊമോ വീഡിയോയ്ക്ക് തന്നെ റിപ്പീറ്റ് വാച്ചിനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. ഈ ഒരു നിവിനെയാണ് ഞങ്ങൾക്ക് വേണ്ടത്. എന്റർടൈനർ നിവിൻസ് ബാക്ക്, സോറി നിവിൻ ഈസ് ബാക്ക്. ഓക്കെ, ആ ഒരു നിവിൻ പോളി ഈ ഒരു ഓഫ് ബീറ്റ് ടൈപ്പ് പടങ്ങളിലൊന്നും അഭിനയിക്കുന്നതിനോട് എനിക്ക് ഒരു താല്പര്യമില്ല. നിവിൻ, ഞങ്ങൾക്ക് വേണ്ടത് ഈ എന്റർടൈനർ നിവിനെയാണ്. ആ ഒരു എന്റർടൈനറെ ഡിജോ നമുക്ക് തിരിച്ചു തരും എന്ന് തന്നെയാണ് തോന്നുന്നത്. എന്തായാലും ഈ ഒരു പ്രൊമോ സെറ്റ് സാധനം നമ്മൾ അന്യഭാഷകളിലൊക്കെ മാത്രം കണ്ടുവരുന്ന ഒരു കലാപരിപാടിയാണ്. സിനിമയ്ക്ക് മുമ്പ് ഒരു പ്രൊമോ വീഡിയോ ഇറക്കുക എന്നുള്ളത് അതെന്തായാലും കിടിലനായിട്ട് ഇതിനകത്ത് ചെയ്തു വെച്ചിട്ടുണ്ട്. എനിവേ, കട വെയിറ്റിംഗ് ഫോർ മലയാളി ഫ്രം ഇന്ത്യ. നമ്മുടെ ക്രിസ്മസ് സമ്മാനമായിട്ട് മലൈക്കോട്ടെ വാലിബന്റെ ഒരു പോസ്റ്ററും കൂടെ വന്നിട്ടുണ്ട്. എല്ലാവരും കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. എന്തായാലും നല്ലൊരു കിടിലൻ പോസ്റ്ററാണ് കേട്ടോ. അപ്പോൾ ആ ഒരു സിനിമയോടുള്ള എന്ന് വെച്ചാൽ ഒരു ബ്രഹ്മാണ്ഡ സിനിമയ്ക്ക് വേണ്ട എല്ലാം ഒത്തിണങ്ങിയ ഒരു പോസ്റ്ററായിട്ട് തന്നെ തോന്നി. മലയാളത്തിൽ നിന്നുള്ള ഒരു ബ്രഹ്മാണ്ഡ സിനിമയ്ക്ക് വേണ്ട എല്ലാം ഒത്തിണങ്ങിയ ഒരു പോസ്റ്ററായിട്ട് തന്നെ തോന്നി. പിന്നെ ലാലേട്ടൻ മലൈക്കോട്ടെ വാലിബനിൽ ഡബിൾ റോൾ ആണ്. ഇപ്പം സ്പോയിലർ ഒന്നും ആവത്തില്ല, എന്തായാലും ഇതൊരു റൂമറാണ്. അപ്പം ഡബിൾ റോൾ ആണ്, അങ്ങനെയുള്ള ന്യൂസ് ഒക്കെ കേൾക്കുന്നുണ്ട്. അച്ഛനും മകനും ഒക്കെ ആയിട്ടാണ് മലൈക്കോട്ടെ വാലിബൻ എന്ന സിനിമയിൽ ലാലേട്ടൻ വരാൻ പോകുന്നത് എന്നൊരു റൂമറും കേട്ടു. എനിവേ, കട വെയിറ്റിംഗ്. ഈ ഒരു പോസ്റ്റർ അടിപൊളിയായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഒരു ലാലേട്ടൻ ഈ ഒരു ഹാഫ് മാൻ ഹാഫ് ഗോഡ് എന്നൊരു ടൈപ്പ് ഉള്ള ഒരു ക്യാരക്ടർ ആകാനായിട്ടാണ് ചാൻസ്. എന്തായാലും എനിക്ക് മറ്റേ നമ്മുടെ ഏഴാം അറിവ് സിനിമയില്ലേ, ഏഴാം അറിവ് സിനിമയുടെ ആദ്യ ഭാഗത്ത് നമ്മുടെ പഴയ മറ്റേ സൂര്യ താടിയൊക്കെ വെച്ചിട്ടുള്ള ആ ഒരു വൈബ്, ആ ഒരു പോർഷന്റെ ആ ഒരു വൈബ് മലൈക്കോട്ടെ വാലിബൻ എന്ന സിനിമയ്ക്ക് ഉണ്ടാകുമോ എന്നൊരു സംശയമുണ്ട്. എന്തായാലും എല്ലാം ഊഹങ്ങളും ഊഹാപോഹങ്ങളും റൂമേഴ്സും ഒക്കെയാണ്. എന്തായാലും ജാനുവരി 25 മുമ്പ്, ജാനുവരി 25 എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ വളരെ അടുത്ത് എത്തിക്കഴിഞ്ഞു. അതിന് മുമ്പ് എന്തായാലും ട്രെയിലറും ടീസറും ഒക്കെ ഇനിയും വരുമായിരിക്കും. അപ്പൊ എന്തായാലും എല്ലാവരും കട്ട വെയിറ്റിംഗ്. അപ്പൊ എന്തായാലും എല്ലാവർക്കും മെറി ക്രിസ്മസ് ആൻഡ് അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ.